ഇപ്പൊ അധികം ആൾക്കാർ എടുത്തുള്ളത് വലിയ ഫോണാണ്. ഇതുപോലത്തെ ഡിസ്പ്ലേ കൂടുതൽ വലുപ്പമുള്ള നോക്കി ആൾക്കാർ വാങ്ങുകയും ചെയ്യാം. ഇതിനൊരു കുഴപ്പമുണ്ട്. ഇപ്പൊ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യാണെങ്കിൽ ഇവിടെ മേലെ ഇതിങ്ങ് എത്തുകയില്ല, വിരലെത്തുകയില്ല. ഒരു കൈ കൊണ്ട് ഉപയോഗിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ശരിയല്ലേ? നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? ഇങ്ങനെ പ്രശ്നമുള്ളവർക്ക് ഒരു എളുപ്പ വഴിയുണ്ട്. ഒരു അടിപൊളി സെറ്റിങ്സ് ഫോണിലുണ്ട്. പക്ഷെ അധികം ആൾക്കാരും അത് ഉപയോഗിക്കുന്നില്ല, അധികം ആൾക്കാർക്കും അത് അറിയേയില്ല. എന്താ സംഭവം? നമ്മൾ ഈ ഹോം ബട്ടൺ ഒന്ന് ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്താൽ ഇപ്പം സുഖമായിട്ട് നമുക്ക് കൂടെ എത്തും, മേലെ ഭാഗത്തെത്തും. അതായത് നമ്മൾ ഡിസ്പ്ലേ ഒന്ന് മിനിമൈസ് ചെയ്യുക. അതിപ്പം വലത്തേ കൈയാവുണ്ടെങ്കിൽ വലതേ ഭാഗത്ത് ഉപയോഗിക്കാം, ഏത് ഭാഗത്തും നമുക്ക് ഉപയോഗിക്കാം. എങ്ങനെയുണ്ട്? അടിപൊളി പരിപാടിയല്ലേ? നമ്മൾ സാധാരണ ഫോൺ ഉപയോഗിക്കുമ്പോൾ തന്നെ ഒരു ചെറിയ സ്ക്രീനിൽ ഉപയോഗിക്കാം. പക്ഷെ ഇത് ഡീഫോൾട്ടായിട്ട് ഓഫിലാണ് ഉണ്ടാകുക. ഇത് നമ്മൾ ഓൺ ചെയ്യണം. എങ്ങനെ ഇത് ഓൺ ചെയ്യേണ്ടേ? ഇങ്ങനെ മിനിമൈസ് ചെയ്ത് ജസ്റ്റ് ആ ബ്ലാങ്ക് ഭാഗത്തൊന്ന് ടച്ച് ചെയ്താൽ ഫുൾ സ്ക്രീൻ ആകുകയും ചെയ്യും കേട്ടോ. ഇത് ഓൺ ചെയ്യാൻ നിങ്ങൾ ഫോണിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ മിക്കവാറും ഫോണിൽ ഇതുണ്ടാവും. അഡീഷണൽ സെറ്റിംഗ്സ് എടുക്കുക. അഡീഷണൽ സെറ്റിംഗ്സിൽ 1 ഹാൻഡഡ് മോഡ് എന്ന് കാണും. അതൊന്ന് ഓപ്പൺ ചെയ്യുക. അഡീഷണൽ സെറ്റിംഗ്സിൽ നിങ്ങൾ നോക്കി നടന്നിട്ട് ഇത് കാണുന്നില്ല, ഇവിടെ മേലെ സെർച്ച് ബാറുണ്ട്. സെറ്റിംഗ്സിന്റെ സെർച്ചിൽ 1 ഹാൻഡഡ് മോഡ് എന്ന് സെർച്ച് ചെയ്താൽ മതി. സെർച്ച് ചെയ്ത് ഓപ്പൺ ആക്കിയാൽ ഇവിടെ ഇങ്ങനെ 1 ഹാൻഡഡ് മോഡ് എന്ന് കാണും. അത് ഒന്ന് ഓൺ ആക്കി കൊടുക്കുക. ഇത്രയും ചെയ്താൽ മതി. പിന്നെ നമുക്ക് സ്ക്രീനിന്റെ വലുപ്പം 3.5 ഇഞ്ച് മുതൽ 4.5 ഇഞ്ച് വരെ വലുപ്പം അഡ്ജസ്റ്റ് ചെയ്യാനും കഴിയും. സംഭവം തിരിഞ്ഞ ചില ഫോണിൽ, സാംസങ്ങിന്റെ ഒക്കെ ഫോണിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ഉണ്ടാവും. നമ്മൾ ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുന്നതിന് പകരം ഈ ഹോം ബട്ടണില്ലേ, അത് ഡബിൾ പ്രസ് ചെയ്താലും ഇതുപോലെ മിനിമൈസ് ആവും. അടിപൊളി പരിപാടിയല്ലേ? അപ്പൊ ഈ സംഭവം വലിയ ഫോൺ ഉപയോഗിക്കുന്നവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ്. നിങ്ങൾക്ക് ഈ സംഭവം ഉപകാരം തോന്നിക്കണ്ടേ നിങ്ങളെ ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരിക്കലും ഒരു സംഭവം ആയിക്കോട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കേണ്ട ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കണ്ട. അത് നമുക്കൊരു ബൂസ്റ്റാണ്. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണും. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.